എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ റിച്ചാർഡ് ക്ലാസ്സിൽ പോകുന്നത് കൊണ്ട് തന്നെ രാവിലെ പാല് മാത്രം കഴിച്ചിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അപ്പോൾ രാവിലെ പാലെല്ലാം കാച്ചെടുക്കുന്നുണ്ട്. ഒരു 7 മണിയാകുമ്പോൾ തന്നെ റിച്ചാർഡ് പോകും കേട്ടോ. പിന്നെ വരുന്നത് ഒരു 8:30 മണിയോടുകൂടി തിരിച്ചെത്തുകയും ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഡിന്നറിനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒന്നും റിച്ചാർഡിന് വേണ്ട. അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പപ്പ പറയുന്നത് ഉപ്പുമീൻ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അത് കൂട്ടിയിട്ട് ഒരു ദിവസം രാവിലെ പഴഞ്ചോറ് തരണം ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പക്ഷേ നമ്മൾ പഴഞ്ചോറ് ഇങ്ങനെ നല്ലൊരു വെന്ത ചോറാണെങ്കിൽ പഴഞ്ചോറ് ഉപ്പുമീനും കൂടി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് അതിന് പറ്റിയ ദിവസമായിരുന്നു. തലേ ദിവസം കുക്കറിൽ വെച്ച ചോറ് കുറച്ച് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വാർത്തിടാൻ വൈകിയാൽ ചോറ് ഇരുന്നിട്ട് വെന്ത് പോകും. അപ്പോൾ അങ്ങനെ വെന്ത് പോയ ചോറായതുകൊണ്ട് പഴഞ്ചോറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ അങ്ങനെയാണ് കൊടുത്തത്. ഞാനും വളരെ കുറച്ച് പഴഞ്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത്ര ഉണ്ടായിരുന്നുള്ളല്ലോ. പിന്നെ ഇതേ പോരാത്തത് ഞാൻ ഈ കുക്കുംബർ കൂടിയിട്ട് കട്ട് ചെയ്ത് അതും കഴിച്ചേട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻഡസ് വാലിയുടെ 8 ലിറ്ററിൻ്റെ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഔട്ടർ ലിഡ് പ്രഷർ കുക്കർ ഒന്ന് പരിചയപ്പെടാം. പിന്നെ ഈ കുക്കറിന് 3 ഇയർ വാറൻറ്റി തന്നിട്ടുണ്ട്. ആ വാറൻറ്റി കാർഡും ഈ ഒരു ബോക്സിൽ ഇൻക്ലൂഡഡ് ആണ്. 2.9 കിലോഗ്രാമാണ് ഈ ഒരു കുക്കറിന് വെയിറ്റ് വരുന്നത്. ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ 100% ഫുഡ് സേഫാണ്. കുട്ടികളുള്ള വീട്ടിലൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം ഇതിൽ ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഈ ഫുഡ് ഈ പാത്രങ്ങളുമായി ഇതിൻ്റെ മെറ്റീരിയലുമായിട്ട് ഒരിക്കലും റിയാക്ട് ചെയ്യുന്നില്ല. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മിറർ ഫിനിഷിംഗ് ബോഡിയാണ്. അതുപോലെ ഇതിൻ്റെ ബോട്ടം ട്രൈപ്ലൈ ഹെവി ആയിട്ടുള്ള ഒരു ബോട്ടം ഇൻഡക്ഷൻ സേഫുമാണ്. ഈവൻ കുക്കിങ്ങിനും ബേൺ ചെയ്യാതിരിക്കാനും ഒക്കെ ഈ ഒരു ബോട്ടം ഹെൽപ്പ് ചെയ്യും. അതുപോലെ എക്സ്പെർട്ട്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് വിസിലും തന്നിട്ടുണ്ട്. അതുപോലെ എളുപ്പത്തിൽ തുറക്കാനും അടക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിഡാണ്. ഇതിൻ്റെ ഗ്യാസ്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫുഡ് സേഫ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഗ്യാസ്കറ്റ് റിലീസ്മെൻറ്റ് സിസ്റ്റം എല്ലാം ആ ഒരു ലിഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്കറുകളുടെ അകവശം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം കറ പിടിക്കല അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പിടിക്കല ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ക്ലീനിങ് വളരെ എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ ഇൻഡസ് വാലിയുടെ വെബ്സൈറ്റിൽ സമ്മർ സെയിൽ നടക്കുന്നുണ്ട്. 40% വരെ നിങ്ങൾക്ക് ഓഫ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് ഗ്ലാഡീസ് എന്നുള്ള കൂപ്പൺ കോഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 12% അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പാത്രങ്ങൾ മേടിക്കാൻ പറ്റിയൊരു സമയം തന്നെയാണ്. ഇതുപോലെ പാത്രങ്ങൾ വാങ്ങാൻ കാർട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം കൂടിയാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുക്കറിൻ്റെ ലിങ്ക് അതുപോലെ അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് ഇത്തിരി ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റൈൻ പോയതിന് ശേഷം നമ്മൾ ബീഫൊന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1 കിലോ ബീഫാണ് ഞാൻ ഇട്ടേക്കുന്നത്. ആ 1 കിലോ ബീഫ് ഇതിൻ്റെ ചോട്ടിൽ പോയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു 4 കിലോ ബീഫ് വരെ നമുക്ക് ഈസി ആയിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ചോറ് വേവിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും 1.5 കിലോ 2 കിലോ റൈസ് ഇതിനകത്ത് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിലൊക്കെ ഈ ഒരു 8 ലിറ്റർ കുക്കർ വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് 1 കിലോ ബീഫ് ഇട്ടിട്ട് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇത്തിരി പൊടികൾ മൂപ്പിച്ചിട്ടങ്ങോട്ട് ചേർത്ത് ഉരുളക്കിഴങ്ങും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വിസിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ആദ്യം ഈ ബീഫ് മാത്രം ഒന്ന് വേവിച്ച് പിന്നെ നമ്മളുടെ റൂബി കൊച്ചിന് വേണ്ടിയിട്ടും കുറച്ച് ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ അവളുടേത് വേറെ വേവിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചെറിയൊരു കുക്കർ ഇൻഡസ് വാലിയുടെ തന്നെ ആ ഒരു ഇത് 1.5 ലിറ്ററിൻ്റെ എന്തോന്ന് തോന്നുന്നുണ്ട്. അത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വളരെ ചെറിയ കുക്കറാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിന് ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടാണ്. അപ്പോൾ അവൾക്ക് ഉപ്പൊന്നും ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഈ ഒരു വലിയ കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. എങ്കിലും ഞാൻ വിചാരിച്ച് വേണ്ട, അവൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ചേക്കാം. കാരണം അതിനകത്ത് കുറച്ച് നെയ്യ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് അതിനകത്ത് കിടന്ന് വേട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ചെറിയ കുക്കറിൽ വേവിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ കുക്കറിൽ തന്നെ വേറൊരു പാത്രത്തിൽ അവളുടെ ചിക്കൻ വെച്ചിട്ട്
വെച്ചിട്ട് വേവിച്ചെടുക്കുക. പിന്നെ അങ്ങനെ വേവിക്കുമ്പോൾ ഉപ്പൊക്കെ കയറി അതിനകത്തേക്ക് വീണ് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. കാരണം ഡോഗുകൾക്ക് ഉപ്പ് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ശരീരം ചൊറിച്ചിലും ഇത് രോമം കൊഴിച്ചിലൊക്കെ വരും. ഉപ്പും മധുരമൊന്നും ഡോഗുകൾക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതേ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അധികം ഇങ്ങോട്ട് എണ്ണ തിളക്കണതിന് മുമ്പ് തന്നെ പൊടികളിടണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ അധികം തിളക്കുന്നതിന് മുമ്പ് തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടിയിട്ട് നല്ലതായിട്ടൊന്ന് പതിയെ മൂപ്പിച്ചെടുത്തിട്ട്, ഒരിക്കലും ഭയങ്കരമായിട്ട് ചൂടാകുന്ന എണ്ണയിലിട്ട് പിന്നെ നമുക്ക് മൂപ്പിക്കാനൊന്നും പറ്റില്ല. ഇടണ വഴി തന്നെ അത് കരിഞ്ഞു പോകും, കയ്പ്പ് രുചി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ഇടണം. കാരണം നമ്മൾ സവാളയൊന്നും ഇതിനകത്ത് ഇട്ടിട്ട് വഴറ്റുന്നൊന്നുമില്ല. സവാള എല്ലാം ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ചില സമയത്ത് ഞാൻ കുക്കറിൽ തന്നെ നമ്മൾ ഇതെല്ലാം സവാള മൊരിയിച്ചിട്ട് പൊടികളെല്ലാം മൊരിയിച്ചിട്ട് ഇത് ബീഫ് ഇട്ടിട്ട് വേവിച്ചെടുക്കും. ഇന്നിപ്പോൾ എനിക്ക് ഒട്ടും തന്നെ നേരമുള്ളതില്ല, ഒരുപാട് തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ നേരമുള്ളതില്ല. ആ നേരത്ത് നമ്മൾ ഇത് വേഗം തന്നെ വെച്ചിന് വെന്ത് കഴിഞ്ഞിട്ട് സാവധാനം മൊരിയിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. പച്ചക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സവാള വഴറ്റി നിൽക്കേണ്ട നേരം വേണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. കാരണം നമുക്ക് തിരക്കുള്ള സമയത്ത് അങ്ങനെ വഴറ്റി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വേഗം ആ ഒരു മസാല അതിനകത്തേക്ക് ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് ഒരു വിസിൽ കൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത്തിരി ചാറൊക്കെ വേണം ഇതിനകത്ത്, ഇത്തിരി തിക്ക് ഗ്രേവി അല്ലെങ്കിൽ ഒരു സെമി ഗ്രേവിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കാനുള്ളത്. ഡ്രൈ ആയിട്ട് എടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാതെയാണ് വേവിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു സെമി ഗ്രേവിയിൽ എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചാണ് വേവിച്ചത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടി കിടന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു കറി മാത്രമുള്ളതുകൊണ്ട് ഒരു ചാറ് പോലെയും അന്നക്കറി പോലെയും ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതൊന്നും റിച്ചാർഡ് കഴിക്കില്ല. അപ്പോൾ റിച്ചാർഡിന് വേറെ എന്തെങ്കിലും രാത്രി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ മന്തി ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ആയിരുന്നു ചിക്കൻ മന്തി മതി മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് ഉണ്ടാക്കിയാൽ മതി. ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാനും പപ്പയും ഈ ഒരു ബീഫ് കറി കൂട്ടി ഊണെല്ലാം കഴിച്ച്, അതുപോലെ റൂബി കുഞ്ഞും വളരെ ഹാപ്പി ആയിട്ട് ബീഫൊക്കെ കഴിച്ചിട്ടാണ്. റൂബി കുഞ്ഞിന് ആദ്യം കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. റൂബി കുഞ്ഞിനാണെങ്കിൽ ബീഫൊക്കെ കഴിക്കുന്നത് വളരെ സന്തോഷമാണ്. ഇടയ്ക്ക് മാത്രമല്ലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അവൾ അങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്ലീനിങ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഞാനാകെ ടയർഡായിരുന്നു. അപ്പോൾ ഒന്ന് മേല് കഴുകി വസ്ത്രം മാറി കിടന്ന് ക്ഷീണം മാറ്റിയിട്ടാണ് വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി റിച്ചാർഡിൻ്റെ ഡിന്നറിൻ്റെ കാര്യത്തിന് കയറിയത്. കാരണം അവന് ക്ലാസ് കഴിയുന്നത് 6 മണിക്കാണ്. അപ്പോൾ ഞാനത് ഈ പാചകം ഒരു 6 മണിക്ക് തുടങ്ങിയാൽ മതി. ആ സമയം കൊണ്ട് പാചകമെല്ലാം തീരുന്ന സമയത്ത് അവൻ എത്തുകയും ചെയ്യും. അപ്പോൾ ഫ്രഷ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളക് പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് അതിനകത്തേക്ക് നമ്മളൊരു അരക്കപ്പോളം എണ്ണയും ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു ചിക്കൻ ക്യൂബ് അത് കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മളുടെ ചിക്കൻ കഴുകി അതിൽ ഇതൊന്ന് പുരട്ടി അവിടെ മാറ്റി ഒരു 1/4 മണിക്കൂർ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ അത് പാചകം ചെയ്യാൻ എടുക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മസാലകൾ പിടിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റിന് കുറവുണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് വളരെ കുറച്ചാണ് എടുത്തേക്കണം. പക്ഷേ ഇപ്പോഴായിട്ട് റിച്ചാൻ അധികം ചിക്കൻ എന്തോ കഴിക്കുന്നില്ല കേട്ടോ, അധികം പീസസ് വേണ്ട. നേരത്തേക്ക് അങ്ങനെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കഴിക്കാതെ പെട്ടെന്ന് കൂടുതൽ കഴിക്കാൻ പറ്റാത്ത ഒരു ഇതിലാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സാവധാനമൊക്കെ കഴിച്ചു തുടങ്ങും. അപ്പോൾ നിങ്ങളിൽ എല്ലാവരും തന്നെയും കമൻസിൽ പറഞ്ഞു റിച്ചാൻ്റെ വണ്ണം ഇനി കൂട്ടിക്കളയരുത്, അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുള്ളത്. അത് ശരിയാണ്, മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. കാരണം അവരുടെ BMI കറക്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ വണ്ണം കൂടാതെ തന്നെ ഇരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല, വളരെ ശ്രദ്ധിച്ച് തന്നെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഞാനവിടെ മാരിനേറ്റ് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കൻ്റെ മീതിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും സവാളയും കൂടി കട്ട് ചെയ്തൊന്ന് ഇട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മീതയിൽ കിടന്നിട്ട് ഈ ചിക്കൻ വേകുന്ന സമയത്ത് ചിക്കൻ്റെ താഴെ ഭാഗം ഒന്ന് മൊരിഞ്ഞിട്ടൊക്കെ വരും. അപ്പോഴേക്കും നമ്മളിത് മീതയിലുള്ള ഈ ക്യാപ്സിക്കവും സവാളയും താഴേക്കാകുന്ന രീതിയിൽ ഇതിനൊന്ന് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാപ്സിക്കം സവാളയൊക്കെ താഴെ ഭാഗത്ത് കിടന്ന് അത് ഒരുവിധം തീയിലും മൊരിഞ്ഞൊക്കെ വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സവാളയും ഒരു വലിയ ക്യാപ്സിക്കവും തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വേണ്ട, എങ്കിലും എനിക്കിതിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടും. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് അതിൻ്റെ മീതയിലേക്ക് ഇട്ടിട്ടാണ്. ഇനിയിപ്പോൾ നമ്മളുടെ റൈസ് ഞാനവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. റൈസ് ഒന്ന് കുതിർന്ന് കഴിഞ്ഞിട്ട് അതിനെ ഊറ്റി വെക്കണം. അപ്പോൾ ഈ റൈസ് സെല്ല റൈസ് വൈറ്റാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഞാൻ എപ്പോഴും പറയില്ലേ, ഗോൾഡൻ സെല്ലയുണ്ട്, അതുപോലെ
ഈ വൈറ്റ് സെല്ലുണ്ട്. ഗോൾഡൻ സെല്ലക്ക് ഒരുപാട് വേവ് കൂടുതലാണ്. വൈറ്റ് സെല്ല കുഴപ്പമില്ലാത്ത വേവാണ്, എന്നാൽ നല്ല വെന്തലിഞ്ഞ് പോകാതെ ഇരിക്കുകയും ചെയ്യും. ഗോൾഡൻ സെല്ല് എന്ന് പറയുമ്പോൾ എങ്ങനെ വേവിച്ചാലും അത് വെന്തലിഞ്ഞ് പോകില്ല. കുക്ക് ചെയ്യാനൊക്കെ ഇങ്ങനെ വെന്ത് പോകുക എന്നൊക്കെ പേടിയോടുകൂടി കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഗോൾഡൻ സെല്ല നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ സാലഡ് കൂടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി മയണൈസ് മാത്രമേ വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാക്കുകയുള്ളൂ. സാലഡിൻ്റെ അകത്ത് ചെറിയ ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ടൊമാറ്റോ, ഉപ്പ് അത്രയുമാണ് ചേർത്തത് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് വൈകുന്നേരം ഒന്ന് ചായ ഇടണ്ട, ഈ മാംഗോ ഒന്ന് നമ്മുടെ മാംഗോ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്ര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. എനിക്ക് മാംഗോൻ്റെത് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് ഐസ്ക്രീം ആണെങ്കിലും എന്ത് സംഭവങ്ങളാണെങ്കിലും മാംഗോൻ്റെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മാംഗോ ജ്യൂസ്, മാംഗോ ഷേക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. എപ്പോഴും ജ്യൂസ് അടിക്കണമെന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വേറെ ചായ ഒന്നും ഇടാതെ ഇതങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ റായനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജ്യൂസൊന്നും കഴിക്കണം അത്ര വലിയ ഇഷ്ടമല്ല, കട്ട് ചെയ്ത് കഴിക്കണം. റോജറിനും അത് തന്നെയാണ്, പീസസ് ആയിട്ട് കഴിക്കണതാണ് ഇഷ്ടം. റിച്ചാണ് പിന്നെ ഇവക സംഭവങ്ങളോട് ഒട്ടും തന്നെ ഫ്രൂട്ട്സിനോട് താല്പര്യമില്ലാത്ത ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വണ്ണം കൂടിയ സമയത്ത് ഉള്ള ആ ഒരു ഫുഡ് റൂട്ടീനിൽ ആപ്പിൾ കഴിക്കുമായിരുന്ന ആൾ. ആപ്പിൾ മാത്രമായിട്ടൊക്കെ രാത്രി കഴിക്കും. കുറച്ച് പുഴുങ്ങിയ വെജിറ്റബിൾസ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് തക്കാളി, കുക്കുംബർ അരിഞ്ഞത്, നിങ്ങൾ ഓർക്കണുണ്ടാവും, അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. അത് താല്പര്യമുണ്ടായിട്ടല്ല, വണ്ണം കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം കഴിച്ചിരുന്നത്, അല്ലാതെ ആൾക്കൊട്ടും തന്നെ ഇഷ്ടമില്ല. പുള്ളിക്ക് എപ്പോഴും ചിക്കൻ മന്തി, ബർഗർ, ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ പപ്പ അവിടെ വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണേന് അപ്പോൾ വേഗം തന്നെ അതങ്ങോട്ട് കൊടുത്ത് പിന്നെ ഞാനും കുടിച്ച്. എനിക്കിത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതി വരും മാംഗോ ജ്യൂസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇത് റിച്ചാൻ്റെ ഇത് ചിക്കൻ മന്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വേവിക്കാനൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങി ഞാൻ. അപ്പോൾ റൈസ് ഇപ്പോൾ ഈ ഒരു പാത്രത്തിൽ, ഇത് മിൻഡസ് വാലിയുടെ പാത്രം തന്നെയാണ്. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഇൻഡസ് വാലിയുടെ പാത്രം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു മസാല ബോക്സും ഇൻഡസ് വാലിയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റൈസിലേക്ക് കുറച്ച് മുഴുവൻ മസാലയും ഒരു നമ്മുടെ ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു 1.5 കപ്പ് അരിയാണ് ഇടുന്നത് കേട്ടോ. 1.5 കപ്പ് അരി കഴുകി ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്, കുതിർത്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് വാർത്തിടാനായിട്ട് വളരെ എളുപ്പമാണല്ലോ ഇതിൻ്റെ അകത്ത്. നമുക്ക് വേവിക്കുകയും ചെയ്യാം, വാർത്തിടാം. അതുപോലെ തന്നെ നൂഡിൽസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ച് വാർത്തെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലതായിട്ട് തിളക്കാൻ സമയത്ത് പിന്നെ സിമ്മിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള വേവായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാർത്തിടാം. ഇപ്പോൾ എനിക്ക് വളരെ എളുപ്പമുണ്ട് ഈ ഒരു പാത്രം ഉപയോഗിക്കുന്നത് കൊണ്ടേ. ഈ ഒരു പാത്രത്തിൽ ഇപ്പോൾ റിച്ചാറിന് വേണ്ടിയിട്ടുള്ള, റിച്ചാറിനല്ല ഒരു 2-3 പേർക്ക് കഴിക്കാം. ഇപ്പോൾ റിച്ചാറിനാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പിറ്റേ ദിവസവും കൂടി കഴിക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കും ഉണ്ടാക്കണം. അപ്പോൾ അത്രയും റൈസ് കറക്റ്റാണ് അതിനകത്ത് വേവിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ അടിവശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊന്ന് തിരിച്ചിടാം. അപ്പോൾ മുകളിലുള്ള ക്യാപ്സിക്കം, സവാള എല്ലാം താഴേക്ക് പോയിട്ട് അത് താഴേക്ക് ഇടുന്നൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ ആ ഒരു പച്ച രുചിയൊക്കെ മാറിയിട്ട് നല്ല മുരിഞ്ഞ് വരുന്ന ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മന്തിയാണ്. ഇങ്ങനെ റൈസ് ഒന്ന് വേവിച്ച് പാകം തെറ്റാതെ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു കാര്യം. ഇപ്പോൾ ബിരിയാണിക്കായാലും റൈസ് വേവിച്ച് പാകം തെറ്റാതെ എടുക്കണം, അത് ആണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ബാക്കിയെല്ലാം നമ്മുടെ കറിയെല്ലാം ചെയ്യുക വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്വപ്ന ചേച്ചി ഇതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സാധാരണ ചോറും കറി വെക്കണ പോലെ വെച്ച് കണ്ട് ഞങ്ങൾക്കും ഇപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഈ മന്തി വെക്കലും ബിരിയാണി വെക്കലും ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ കമൻസിൽ കാണും കേട്ടോ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും വലിയൊരു സംഭവമാണെന്ന് വെച്ചാൽ വലിയ സംഭവം തന്നെയായി മാറും. അത് ചെറുതാണെന്ന് കരുതിയാൽ ചെറുത് തന്നെയാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ റൈസ് അവിടെ വേവിച്ച് ഊറ്റി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ എളുപ്പമല്ലേ ആ ഒരു പാത്രത്തിൽ നിന്ന് എല്ലാം വേവിക്കലും ഊറ്റലും ഇതിനകത്തേക്ക് കുടഞ്ഞിടലും ഒക്കെ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ അത് ചെയ്ത് ഇനിയിപ്പോൾ ഇത്തിരി പച്ചമുളക് കൂടിയിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുത്തിവെച്ചിട്ട് പിന്നെ ഒരു കോള് ഞാനിവിടെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ആ കോളും കൂടി ഒന്ന് ഇതിൻ്റെ മീതിലേക്ക് വെക്കാം. അപ്പം ഞാൻ അറിയുന്നില്ല ഗ്യാസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു, സിലിണ്ടർ കാലിയായിട്ടുണ്ടായിരുന്നു. ഞാനിത് ഓഫ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഗ്യാസ് കത്തുന്നേ ഇല്ല. പിന്നെ പപ്പനെ വിളിച്ച് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് സിലിണ്ടർ മാറ്റിച്ച് പിന്നെയാണ് രണ്ടാമത് ഫ്ലെയിമൊക്കെ കൊടുത്തത്. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫായി പോയത് ഒട്ടും തന്നെ അറിഞ്ഞില്ല കേട്ടോ. കാരണം ഇത് നല്ല രീതിയിൽ ആ ഒരു കോള് കത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു.
അപ്പോൾ ഇന്ന് റോജർ ഉച്ചക്കൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ സമയത്ത് ബിസി ആയതുകൊണ്ട് റോജറിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആ ഒരു ബിസി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ഞാൻ വിളിച്ച് അപ്പോഴേക്കും റോജർ ഇവിടെ ബിസി ആയിപ്പോയി, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് വിളമ്പുന്ന സമയത്ത് റോജർ പിന്നെയും വിളിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞിടാ ഈ ഒരു സംഭവം ഞാനൊന്ന് എടുത്ത് കൊടുക്കട്ടെ, ഇങ്ങനെ ചിക്കൻ മന്തിയാണ്, അതൊന്ന് വൃത്തിക്കെടുത്ത് അവന് കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കോളും കട്ട് ചെയ്ത് വന്നിട്ടാണ് ഈ ഒരു ചിക്കൻ മന്തി എടുത്തത്. അപ്പോഴേക്കും റിച്ചാർഡ് എത്തിയിട്ടുണ്ടല്ലോ. ആ സമയത്ത് വേഗം തന്നെ ഞാനൊരു മയണൈസ് ഉണ്ടാക്കി. ഇപ്പോൾ നേരത്തെ ഒന്നും റിച്ചാർഡ് മയണൈസ് കഴിക്കില്ലായിരുന്നു, റോജറും മയണൈസൊക്കെ ഇപ്പോൾ കഴിക്കാറില്ല. അപ്പോൾ വണ്ണം കൂടി നിൽക്കുന്ന സമയത്തൊന്നും മയണൈസ് കഴിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ചോദിച്ചു മയണൈസ് കഴിക്കുമോ, പറഞ്ഞാൽ എനിക്ക് മയണൈസ് വേണം. അങ്ങനെ ഞാൻ മയണൈസ് ഉണ്ടാക്കി, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ മയണൈസൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ചിക്കൻ മന്തിയുടെ ആ പീസസ് എല്ലാം അതിനകത്ത് നിന്ന് എടുത്ത് മാറ്റി ഈ ഗ്രേവി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത്. പക്ഷേ റിച്ചാർഡ് ഇന്നത്തെ ചിക്കൻ മന്തി ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഒരു ടൈപ്പിലുള്ള ചിക്കൻ മന്തി റിച്ചാർഡ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ റിച്ചാർഡ് എൻ്റെ അടുത്ത് ചോദിക്കണത് ഇതെന്താണിത്, ചിക്കൻ മന്തി തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് ദം ചെയ്ത ചിക്കൻ മന്തിയാണ്. മറ്റേത് നമ്മൾ റൈസ് വറ്റിച്ചെടുത്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് അതിൻ്റെ മേളിൽ നിരത്തിയിട്ട് കോള് കത്തിച്ച് വെച്ച് ആ ഒരു സ്മെല്ലൊക്കെ ആക്കിയിട്ട് എടുക്കുന്നതാണ് മറ്റേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ മന്തി. അപ്പോൾ അവൻ പറയും മമ്മി അത് തന്നെയാണ് നല്ലത്, ഇനി ഇത് വെക്കണ്ടട്ടാന്നും പറഞ്ഞിട്ടാണ് ഇത് കഴിക്കണത് കേട്ടോ. അപ്പോൾ അവനവിടെ ഫോൺ ഓൺ ചെയ്ത് വെച്ച് കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ശബ്ദം കയറി വല്ല പ്രശ്നമുണ്ടെന്ന് വെച്ചാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ അവൻ്റെ സംസാരം ഞാൻ കേൾപ്പിച്ചേനെ. അപ്പോൾ ഇതിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഇത്തിരി സൂക്ഷിച്ചാണ് ആൾ കഴിക്കണം. അപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മറുപടിയൊക്കെയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്